കലാകാരന്റെ ക്ഷേമത്തിന് സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സെക്രട്ടേറിയറ്റ് ധർണയിലൂടെ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നന്മ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണയിൽ നൂറുകണക്കിന് കലാകാരന്മാർ അണിനിരന്നു. കലാകാര പെൻഷൻ വർദ്ധിപ്പിക്കുക, രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് സെറ്റ് പ്രവർത്തിച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള വിലക്കിൽ ഇളവ് അനുവദിക്കുക, വിദ്യാലയങ്ങളിൽ കലാപഠനത്തിന് കൂടുതൽ സമയവും അധ്യാപക നിയമനവും നടപ്പിലാക്കുക, 60 വയസ്സ് കഴിഞ്ഞവർക്ക് കലാകാര ക്ഷേമനിധിയിൽ അംഗത്വം എടുക്കാൻ ഒരു അവസരം കൂടി നൽകുക, സാംസ്കാരിക വകുപ്പ് വഴി നൽകുന്ന 1600 രൂപ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണാ സമരം നടത്തിയത്. ധർണാ സമരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് കലാകാരന്മാരും കലാകാരികളും അണിചേർന്നു. കേരളീയ വേഷങ്ങൾ, ചെണ്ടമേളം, വിവിധ കലാരൂപങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രകടനമായാണ് കലാകാരന്മാർ സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയത്. തുടർന്ന് നാടൻ പാട്ടുകളും നൃത്തച്ചുവടുകളുമായി നഗരവീഥിയെ കലാസംഗമവേദിയാക്കി. നന്മ സംസ്ഥാന പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്ത ധർണാ സമരത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് കലാമണ്ഡലം സത്യവ്രതൻ അധ്യക്ഷനായി. നന്മ സംസ്ഥാന സെക്രട്ടറി അജിത് കുമാർ ഗോത്തിരുത്ത് സ്വാഗതം ആശംസിച്ചു. പത്മശ്രീ വിമല മേനോൻ മുഖ്യപ്രഭാഷണം നടത്തി. നന്മ സ്ഥാപക നേതാവ് രവി കേച്ചേരി വിഷയാവതരണം നടത്തി. നന്മ സർഗവനിത സംസ്ഥാന സെക്രട്ടറി ജ്ഞാനമ്മ കുഞ്ഞുണ്ണി, പ്രസിഡന്റ് രമാദേവി, നന്മ സംസ്ഥാന ട്രഷറർ മനോമോഹൻ, സംസ്ഥാന സെക്രട്ടറി സുരേഷ് ഒഡേസ, KN കീപ്പേരി, സജിത് പൂക്കോട്ടുംപാടം, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജില്ലാ സെക്രട്ടറി സുനിൽ പട്ടിമറ്റം തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു.